ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പാനിപ്പൂരി ഉണ്ടാക്കിയാലോ? കുറേ കാലമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴാണ് കിട്ടിയത്. ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആദ്യം അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പ്, പുതിന, ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, ഒരു നാരങ്ങ, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കുക. വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് സവാള, പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച്. ഞങ്ങൾക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞങ്ങൾ ഒരു മുറി സവാള എടുത്തിട്ടുള്ളൂ. ഇനി സ്വീറ്റ് ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി എടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് ശർക്കരയും പച്ചമുളകും ഇഞ്ചിയും ഒരു നുള്ള ഉപ്പെടുത്ത് കുറുക്കിയെടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കുക. അതിലേക്ക് പാനിപ്പൂരി ഇട്ട് ചുട്ടെടുക്കുക. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയേക്കാണ്, വീട്ടിലുണ്ടാക്കുകയും ചെയ്യാട്ടോ. അങ്ങനെ മുഴുവൻ പൂരിയും പൊരിച്ചെടുക്കുക. നല്ല രസമായിട്ട് ഇത് പൊരിക്കൽ കാണാൻ. ഇത് നല്ല ബോൾ അങ്ങനെ വരും, അങ്ങനെ പൊന്തും വലിയൊരു രസം. അങ്ങനെ എല്ലാ പൂരിയും ഗോൾഡൻ കളറാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒറ്റക്ക് തിന്നാൻ പിന്നെ പൂരിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സിമ്പിൾ മസാലകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടും അടിപൊളി. അപ്പോൾ ഞങ്ങൾ എല്ലാ പൊരിയും റെഡി ആക്കണേ. പച്ച കളർ ചട്ടിനിയാണിത്, സ്വീറ്റ് ചട്ടിനിയാണിത്, പൊട്ടാറ്റോ മസാലയാണിത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കഴിക്കാം. ഒരു പൂരി എടുത്തു, തുളയുണ്ടാക്കി, പൊട്ടാറ്റോ മസാല ഫില്ല് ചെയ്ത് അതിലേക്ക് പച്ച ചട്ടിനി പാർന്ന് കൊടുക്കാം. ഒരു സ്പൂൺ മതി കേട്ടോ. പിന്നെ സ്വീറ്റ് ചട്ടിനി ഫസ്റ്റ് ഞാനാ വാങ്ങിയത്. എന്താ രസം, അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഇനിയുള്ള വീഡിയോയിൽ